നീതിമാൻ ഒരു പ്രതിഫലമുണ്ട് നിശ്ചയം. അത് ദൈവത്തിൻ്റെ വചനത്തിൽ സ്പഷ്ടമായിട്ട് എഴുതിയിരിക്കുന്നതായ ഒരു കാര്യമാണ്. നീതിമാന്മാരെ നിങ്ങൾ ലജ്ജിച്ചു പോകണ്ട, നിങ്ങൾക്കൊരു പ്രതിഫലമുണ്ട് നിശ്ചയം. ഈ പ്രതിഫലം ദൈവത്തിൽ നിന്നുള്ളതായ പ്രതിഫലമാണ്. നീതിമാന്മാർക്ക് പ്രതിഫലം ഭൂമിയിൽ ലഭിക്കുകയില്ല, അത് ദൈവത്തിൽ നിന്ന് മാത്രമേ ലഭിക്കുകയുള്ളൂ. സ്വർഗമാണ് ആ പ്രതിഫലം അളന്നു നൽകുന്നത്. അത് നമ്മുടെ പ്രവൃത്തികൾക്കനുസരിച്ചതായ, അത് ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്നുള്ളതായ വലിയൊരു നീതീകരണമാണ്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ക്രിസ്തീയ ജീവിതത്തിൽ നമുക്ക് പ്രത്യാശയുള്ളതെല്ലാം ഈ ഒരൊറ്റ ഒരു കാര്യമാണ്. എന്താണെന്നറിയാമോ? നീതിമാൻ ഒരു പ്രതിഫലമുണ്ട് നിശ്ചയം. അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, ഞാൻ ആകാശത്തോട് മുഷ്ടിയുദ്ധം ചെയ്യുന്നത് പോലെയല്ല, ഞാൻ വെറുതെ ഒരു ബോധമില്ലാത്തത് വണ്ണമല്ല ഓടുന്നത്. എന്നെ പലരും പരിഹസിച്ചു, നിന്റെ പ്രവൃത്തികൾക്ക് ഒരു പ്രതിഫലവും കിട്ടത്തില്ല, നീ വ്യർത്ഥമായിട്ടാണ് നീ ഇതൊക്കെ ചെയ്യുന്നത്, അല്ലെങ്കിൽ നിന്റെ പ്രവൃത്തിയും നിന്റെ കഷ്ടപ്പാടുകളും കണ്ണുനീരും ഒക്കെ, ഈ നെട്ടോട്ടവും ഈ ജയിൽവാസവും വളരെ യാതനകളുമൊക്കെ കഴിക്കുന്നില്ലേ, ഇതിലൊന്നും പ്രതിഫലം കിട്ടത്തില്ല എന്ന് തന്നോട് പലരും പറഞ്ഞ് തന്നെ പരിഹസിച്ചിട്ടുള്ളതായിട്ട് തനിക്ക് തന്നെ അറിയാം. എങ്കിലും അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, ഞാൻ ആകാശത്തോട് മുഷ്ടിയുദ്ധം ചെയ്യുന്നത് പോലെയല്ല. ഞാൻ വിദ്യാഭ്യാസമുള്ളവനാണ്, ഞാനൊരു യഹൂദനാണ്, ഗമാലിയേലിൻ്റെ പാദപീഠത്തിൽ ഇരുന്ന് പഠിച്ചതായ ന്യായപ്രമാണം നന്നായിട്ടറിയാം. എനിക്ക് ഒരുപാട് യോഗ്യതകളൊക്കെ ഈ ഭൂമിയിൽ ഭൗമികമായിട്ട് എനിക്കുണ്ട്. ലോകത്തിൽ എനിക്ക് ആശ്രയിക്കുവാനുള്ളതായ അനേക വഴികളൊക്കെ എനിക്കുണ്ട്. ഈ വഴിയൊന്നുമല്ലാതെ എനിക്ക് പോകുവാനുള്ളതായ അനേക മാർഗങ്ങളുണ്ട്. എങ്കിലും ശൗലേ ശൗലേ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത് എന്ന് ചോദിച്ചതായ ആ ചോദ്യത്തിൽ ജെറുസലേമിൽ നിന്നും ദമസ്കോസിലേക്കുള്ള യാത്രാ മധ്യേ അവൻ എന്നെ രൂപാന്തരപ്പെടുത്തി, നീതിമാൻ ഒരു പ്രതിഫലമുണ്ട് നിശ്ചയമെന്ന വാക്ക് അവൻ എന്നോട് പറഞ്ഞു. ഞാൻ ഓടിയതും അധ്വാനിച്ചതും വെറുതെയല്ലെന്ന് അപ്പോൾ എനിക്ക് മനസ്സിലായി. എൻ്റെ അനുദിന ജീവിതത്തിൽ കഷ്ടങ്ങൾ പിന്നിടുമ്പോൾ ആ കഷ്ടങ്ങൾക്ക് ശേഷം പലപ്പോഴും എനിക്ക് വിശ്രമമെന്ന് കരുതിയ ഭാഗത്തൊക്കെയും ദൈവത്തിൻ്റെ ആത്മാവ് വന്ന് പറഞ്ഞു, നോ, വിശ്രമിക്കാറായിട്ടില്ല, ഇനിയും നിനക്ക് യാത്ര ചെയ്യേണ്ടതായിട്ടുണ്ട്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പ്രിയപ്പെട്ട ദൈവമക്കളെ, അവരുടെ ഭൗമിക ജീവിതവും ഔദ്യോഗിക ജീവിതവും കുടുംബജീവിതവും ആത്മീക ജീവിതവും എല്ലാം ദൈവം മുപ്പിണിച്ചരട് പോലെ അത് പിണഞ്ഞിട്ടേക്കുക. നമ്മൾ ചിലപ്പോൾ വിചാരിക്കാം, നമ്മുടെ ആത്മീക ജീവിതത്തിൽ മാത്രമുള്ള ഒരു പ്രാഗൽഭ്യം മതിയല്ലോ. ഭൗമിക ജീവിതത്തിൽ പലപ്പോഴും തെറ്റുകളും പിഴവുകളും ഒക്കെ നമുക്ക് സംഭവിക്കാമെന്ന് നമ്മൾ പലപ്പോഴും അങ്ങനെയൊക്കെ നമ്മൾ ചിന്തിച്ചേക്കാം. പക്ഷെങ്കിൽ അങ്ങനെയല്ല. ദൈവം ഒരു മനുഷ്യനെ കുറിക്കൊള്ളുമ്പോൾ, ദൈവം ഒരു മനുഷ്യനെ സ്നേഹിക്കുമ്പോൾ, ദൈവം ഒരു മനുഷ്യനെ നടത്തുവാൻ തുടങ്ങുമ്പോൾ, അവൻ്റെ ഭൗമിക ജീവിതത്തിലും ഔദ്യോഗിക ജീവിതങ്ങളിലുമെല്ലാം ദൈവത്തിൻ്റെ മീറ്റർ ഓണാണ്. ദൈവത്തിന് സ്തോത്രം. മീറ്റർ ചാലുവാണ്. അതിനനുസരിച്ചുള്ളതായ പ്രതിഫലം. നമ്മൾ എത്ര പ്രാർത്ഥനയ്ക്ക് പങ്കെടുത്തു, എത്ര കൺവെൻഷന് പോയി, ഏതെല്ലാം പാട്ടുകൾ പാടി, ഏതെല്ലാം പരസ്യയോഗങ്ങളിൽ നമ്മൾ സംബന്ധിച്ചു എന്നുള്ളതല്ല വിഷയം. നമ്മളെ വിളിച്ച നാൾ മുതൽ നമ്മുടെ മീറ്റർ ഓണാണ്. ഏൽപ്പിക്കുന്ന കാര്യങ്ങളിൽ ഭൗമികമാണെങ്കിലും ആത്മീകമാണെങ്കിലും അതിലൊക്കെയും കാണിക്കുന്ന വിശ്വസ്തതയാണ് ദൈവം നമുക്ക് തരുന്നതായ പ്രതിഫലത്തിൻ്റെ അളവ് നിശ്ചയിക്കുന്നത്. ഒരു പ്രിയ സഹോദരി, ഒരു ഏഴയായ ഒരു സഹോദരിയുടെ അനുഭവ സാക്ഷ്യം ഞാൻ വായിച്ചു കേട്ടിട്ടുണ്ട്. അവരുടെ ചെറുപ്പകാലത്ത് തന്നെ ഒരു മാതാവ്, ധനികയായ ഒരു മാതാവ് അവരെ ഒരു ഭവനത്തിൽ ദത്തെടുത്ത് വളർത്തി അവരുടെ ശുശ്രൂഷയ്ക്കായിട്ട് അവരെ ആക്കി. അവളെ എടുത്ത് വളർത്തിയ ആ മാതാവിനോട് അവൾ വളരെ വിശ്വസ്തയായിരുന്നു. പ്രായമായി ആ പ്രിയ മാതാവും പ്രായമായി രോഗത്തിൻ്റെ അടിമയായി. ഈ പെൺകുട്ടി വളർന്നു മുതിർന്ന ഒരു സ്ത്രീയെ പോലെ ആയി. എന്നാൽ പലപ്പോഴും അവർ വെളിയിലൊക്കെ പോകുമ്പോൾ പലരും അവളെ കളിയാക്കും, പരിഹസിക്കും. നീ വെറുതെ നിൻ്റെ ആയുസിൻ്റെ നിൻ്റെ ജീവിതം നീ കളയല്ലേ. ഈ മാതാവ് ആർക്കും ഒരു നന്മ ചെയ്യുന്നവളല്ല. നിൻ്റെ ജീവിതത്തിൽ നിൻ്റെ ദിവസങ്ങളെല്ലാം നീ വേസ്റ്റാക്കി കളയുകയാണ്. കുഞ്ഞെ, നീ എവിടെയെങ്കിലും പോയി ഒരു ജോലിയോ വല്ലതും അന്വേഷിച്ച് നീ രക്ഷപ്പെടും. അങ്ങനെയൊക്കെ ഇവളെ പരിഹസിക്കും. അവൾ വിചാരിക്കുക, എന്നെ എടുത്ത് ഈ ഭവനത്തിലേക്ക് കൊണ്ടുവന്ന ഈ അമ്മച്ചി അല്ലെങ്കിൽ ഈ മാതാവ്
എത്ര നാൾ ജീവിച്ചിരിക്കുന്നു അത്രയും നാൾ വിശ്വസ്തയോടെ ഈ മാതാവിനെ ഞാൻ സ്നേഹിക്കും, സേവിക്കും. അവളുടെ ആ തീരുമാനമാണ്. പ്രതിഫലം അവളുടെ മുൻപിൽ വലുതായിരുന്നില്ല. അവൾക്കൊരു രക്ഷ കൊടുത്തല്ലേ, ഒരു സംരക്ഷണം കൊടുത്ത മാതാവിനെ അവൾ അത്രത്തോളം വിശ്വസിച്ചു. ഈ മാതാവാകട്ടെ പലപ്പോഴും അവളെ പല രീതിയിൽ പരീക്ഷിച്ചു. ഇവളെങ്ങനെ പ്രതികരിക്കും എന്നൊക്കെ പരീക്ഷിച്ചു. പക്ഷെങ്കിൽ അതിലൊക്കെ അവൾ വിശ്വസ്തയോടെ ആ മാതാവിനെ അവസാനം വരെ ശുശ്രൂഷിച്ചു. ഒരു ദിവസം പെട്ടെന്ന് ആ മാതാവ് സുഖമില്ലാത്ത അവസ്ഥയിലായി, മരണത്തോടുള്ളതായ അവസ്ഥയിലെത്തി. ചില ദിവസങ്ങൾക്കുള്ളിൽ അവർ ഈ ലോകം വിട്ട് കടന്നുപോയി. ഈ സഹോദരിയാകട്ടെ അവരുടെ അടക്കത്തിന് ശേഷം ആ ഭവനത്തിൽ ആ മാതാവിന് മക്കളില്ല, ഭർത്താവില്ല, വേണ്ടപ്പെട്ടവരാരും തന്നെ അവരുടെ അവകാശികളെന്ന് പറയത്തക്കവണ്ണം ആരുമില്ല. ധനികയായ ഒരു മാതാവാണ്. ഈ സഹോദരി അവിടെ വീട്ടിൽ സ്ഥിരം വന്നുകൊണ്ടിരുന്ന അവരുടെ വക്കീലിനെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ പ്രിയ മാതാവ് കടന്നുപോയി, എൻ്റെ പ്രവൃത്തി ഇവിടെ അവസാനിച്ചു. ഞാൻ എൻ്റെ ജോലി വിശ്വസ്തയോടെ ചെയ്തു. ഇപ്പോൾ എനിക്കിനിയും ഈ ഭവനത്തിൽ നിൽക്കുവാനുള്ള അവകാശമില്ല. അതുകൊണ്ട് ഞാൻ എവിടെയെങ്കിലും ജോലിക്ക് പോകാൻ ഞാൻ ഈ ഭവനം വിട്ടു പോവുകയാണ്. ഈ ഭവനത്തിൻ്റെ ചാവിയും മറ്റുള്ള ഉത്തരവാദിത്തങ്ങളുമെല്ലാം ആ വക്കീലിനെ ഏൽപ്പിച്ചു. എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ആ മാതാവ് വക്കീലിനോട് പറഞ്ഞ് ധരിപ്പിച്ചിട്ടുണ്ടായിരിക്കാം, എന്തെങ്കിലും ചെയ്യണം, എങ്ങനെയാണ് അത് കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുള്ളത്. ആ വക്കീല് ആ സഹോദരിയുടെ വാക്ക് കേട്ടുകൊണ്ട് ആ ഭവനത്തിൽ വന്ന് രേഖകളെല്ലാം പരിശോധിക്കുമ്പോൾ ഈ പ്രിയ സഹോദരി അവരുടെ പേഴ്സണലായിട്ടുള്ള വ്യക്തിപരമായിട്ടുള്ള സാധനങ്ങളുമെല്ലാം എടുത്തുകൊണ്ട് വെളിയിൽ നിൽക്കുകയാണ്. ചാവിയും വക്കീലിൻ്റെ കൊടുത്തു. ആ ഭവനത്തിൽ നിന്നും യാത്ര പറയുകയാണ്. പക്ഷെങ്കിൽ അല്പസമയത്തിന് ശേഷം ആ വക്കീൽ പുറത്തിറങ്ങി ആ പെൺകുട്ടിയെ വിളിച്ചു പറഞ്ഞു, അടുത്ത് വന്നാട്ട് ഒരു കാര്യം പറയുവാനുണ്ട്. ഈ ഭവനത്തിൻ്റെ സകല ഉത്തരവാദിത്വങ്ങളും അവകാശങ്ങളും ഇനിയും നീ അന്യയല്ല, ഇവിടെ ഇനിയും നീ ഇതിൻ്റെ അവകാശിയാണെന്ന് ആ മാതാവ് എഴുതി വച്ചിരിക്കുന്നു. നിയമപരമായി നിനക്കതിൻ്റെ സാധുതകൾ അത് ചെയ്തു തരുവാൻ ഞാൻ ബാധ്യസ്ഥനാണ്. നോക്കൂ, ഈ സമയത്ത് ഈ തരുണത്തിൽ എനിക്കൊരു വേദഭാഗം ഇന്നത്തെ ധ്യാനത്തിനായി വായിക്കാൻ ആഗ്രഹിക്കുകയാണ്. യെശയ്യാ പ്രവചനം 49 അധ്യായത്തിൻ്റെ 4 വാക്യം. ഇസ്രായേൽ പറയുന്ന, തന്നെക്കുറിച്ച് തന്നെ പറയുന്ന ഒരു കാര്യമാണ്. എന്താണെന്നറിയാമോ? ഞാൻ വെറുതെ അധ്വാനിച്ചു, എൻ്റെ ശക്തിയെ വ്യർത്ഥമായും നിഷ്ഫലമായും ചെലവഴിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. എങ്കിലും ബട്ട് എൻ്റെ ന്യായം യഹോവയുടെ പക്കലും എൻ്റെ പ്രതിഫലം എൻ്റെ ദൈവത്തിൻ്റെ പക്കലും ഇരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ട ദൈവമക്കളെ, നീതിയോടെ ചെയ്യുന്ന പ്രവൃത്തി അത് ലൗകികമാണെങ്കിലും ഭൗമികമാണെങ്കിലും ആത്മീകമാണെങ്കിലും നമ്മുടെ ജീവിതത്തിൽ നാം പുലർത്തുന്നതായ നീതി സ്വഭാവം, വിശ്വസ്തത, നീതിയുടെ പാത അത് വ്യർത്ഥമല്ല, അതിനൊരു പ്രതിഫലമുണ്ടാകും. നമ്മുടെ ജീവിതത്തിൽ നമ്മളൊരു തൊഴിൽ ചെയ്യുന്നുണ്ടെങ്കിൽ ശ്രദ്ധിച്ചു നോക്കൂ. ആ തൊഴിൽ സ്ഥാപനത്തിൽ നമ്മൾ ജോലി ചെയ്യുകയാണെങ്കിൽ, ഒരു ബിസിനസ് ചെയ്യുകയാണെങ്കിൽ, നമ്മുടെ ഉപജീവനത്തിന് വേണ്ടി നാം ചെയ്യുന്ന പ്രവൃത്തികളൊക്കെയും നാം ഒരു വിശ്വാസിയാണെങ്കിൽ അവിടെ ഒരുപാട് കാര്യങ്ങൾ നീതിക്ക് വേണ്ടി നമുക്ക് നിൽക്കേണ്ടതായിട്ടുണ്ട്, സഹിക്കേണ്ടതായിട്ടുണ്ട്. അനേക ഉപദ്രവങ്ങൾ നമുക്ക് സഹിക്കേണ്ടതായിട്ടുണ്ട്, അനേക പരിഹാസങ്ങൾ നമുക്ക് സഹിക്കേണ്ടതായിട്ടുണ്ട്. എല്ലാറ്റിനും നമുക്ക് പ്രതികരിക്കാൻ കഴിയില്ല, എല്ലാറ്റിനും നമുക്ക് പ്രതിഫലം കിട്ടിയെന്നിരിക്കില്ല. നമ്മുടെ അധ്വാനങ്ങളെല്ലാം ശരിയായിട്ട് പെയ്ഡ് ചെയ്തു എന്ന് നമുക്ക് അവകാശപ്പെടുവാൻ കഴിയുകയില്ല. പക്ഷെങ്കിൽ ഒരു നീതിമാനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ അവകാശം സ്വർഗത്തിൽ അതേ രീതിയിൽ എഴുതി വച്ചിരിക്കുകയാണ്. അവനെ ദൈവം വിളിച്ച നാൾ മുതൽ അവൻ എങ്ങോട്ടൊക്കെ പോകണം എന്നുള്ളതായ ചിന്തയെല്ലാം അത് ദൈവമാണ് സ്വർഗത്തിൽ പദ്ധതി ഒരുക്കുന്നത്. നമ്മുടെ വിശ്വാസ ജീവിതം ഈ ലോകത്തിൽ നിന്ന് വേർപെട്ടതായ ഒരു ജീവിതമല്ല. ഈ ലോകത്തിലേക്ക് ദൈവം നമ്മെ വിട്ടിരിക്കുകയാണ്. എങ്ങനെ നമ്മൾ മറ്റുള്ളവരുടെ മുമ്പിൽ നീതിയോടെ പ്രവർത്തിക്കുന്നു, എങ്ങനെ നമ്മുടെ ബലഹീനതകളെ നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ നാം ഏറ്റുപറയുന്നു, ഇതെല്ലാം ദൈവം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നോക്കൂ, ചിലപ്പോൾ നമ്മൾ വിചാരിക്കും നമ്മൾ എത്ര വാച്ച് നൈറ്റ് സർവീസിന് പങ്കെടുത്തിട്ടുണ്ട്, എത്ര ഓപ്പൺ എയർ മീറ്റിങ്ങിന് നമ്മൾ പോയിട്ടുണ്ട്, ഏതെല്ലാം കൺവെൻഷന് പോയിട്ടുണ്ട്, ഏതെല്ലാം ഗാനങ്ങൾ പാടിയിട്ടുണ്ട്, ഏതെല്ലാം ശുശ്രൂഷകളിൽ പങ്കെടുത്തിട്ടുണ്ട്, എന്തെല്ലാം ആരാധനകൾ കാഴ്ചവെച്ചിട്ടുണ്ട്. ഇതൊന്നും ദൈവത്തിന് വിഷയമല്ല. അതൊക്കെ നിൻ്റെ ആത്മീയ സന്തോഷത്തിന് വേണ്ടി നമ്മൾ ചെയ്തു കൂട്ടിയതായ കാര്യങ്ങളാണ്. അത് നമ്മുടെ ഡെയിലി ഉള്ളതായ പ്രോഗ്രാംസാണ്.
അതും ദൈവവുമായിട്ട് അല്ല ബന്ധമുള്ളത്. അതിനല്ല ദൈവം നമുക്ക് പ്രതിഫലം തരുന്നത്. നമുക്ക് പ്രതിഫലം തരുന്നത് ഈ ലോകത്തിൻ്റെ മുൻപിൽ നാം എത്രത്തോളം ക്രിസ്തുവിനെ പ്രകാശിപ്പിക്കുവാൻ നമ്മളിൽ നിന്നും ഒരു പ്രകാശം ഉൽപ്പാദിതമായിട്ടുണ്ട് എന്നുള്ളതാണ്. എത്രത്തോളം കർത്താവിൻ്റെ സന്നിധിയിൽ ദൈവം നമ്മെ വിളിച്ച വിളിയിൽ വിശ്വസ്തയോടെ നിൽക്കുവാൻ നമ്മെ കൊണ്ട് കഴിഞ്ഞു എന്നുള്ളതാണ്. എത്രത്തോളം ഉപദ്രവങ്ങൾ, പാടുകളും പരിഹാസങ്ങളും, എത്രയോ കഷ്ടതകളും നിന്ദകളും അപമാനങ്ങളും സാരമില്ല സാരമില്ല സാരമില്ല, എനിക്ക് വേണ്ടി കരുതുന്ന ഒരുത്തനുണ്ട് എന്നുള്ളതായ ചിന്ത നമ്മളെ ഭരിച്ചിട്ടുണ്ടെങ്കിൽ അതാണ് വലിയ കാര്യം. ദൈവം അതാണ് നോക്കുന്നത്. നോക്കൂ, വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം മുതൽ അങ്ങോട്ട് വായിച്ചു നോക്കിയാൽ 2-3 അധ്യായങ്ങൾ ആസിയയിലെ 7 സഭകളെക്കുറിച്ചുള്ളതായ അനേക വിവരങ്ങൾ ദൂതൻ മുഖാന്തരം എഴുതുകയാണ്. അതിൽ എഫെസോസ് സഭയ്ക്ക് ആദ്യമായിട്ട് എഴുതിയ, ഞാൻ പല പ്രാവശ്യം ചിന്തിച്ചിട്ടുണ്ട്, എഫെസോസ് സഭയെ ആ 7 സഭകളെക്കുറിച്ചും ദൈവം മോശമായിട്ടൊന്നും പറഞ്ഞില്ല. പറഞ്ഞതല്ല, നമ്മളെക്കാളും ആ 7 സഭകൾ വളരെ ക്വാളിറ്റിയുള്ളവരാണ്, വളരെയധികം മുന്നിട്ട് നിൽക്കുന്നവരാണ്. പക്ഷെങ്കിൽ ദൈവത്തിന് അതൊന്നും വലിയ വിഷയമല്ല. ദൈവം ആദ്യം അവരുടെ സൽപ്രവർത്തികളെല്ലാം എടുത്ത് നിരത്തി എടുത്ത് കാണിച്ചു. നിനക്ക് ഇന്ന ഗുണമുണ്ട്, നീ ഇന്നത് ചെയ്യുന്നു, നീ നല്ലവനാണ്, നീ ഇന്നവരെ നിനക്ക് സഹിച്ചുകൂടാ, നീ കർത്താവിന് വേണ്ടി തീക്ഷ്ണതയുള്ളവനാണ്, നീ വളരെയധികം പ്രവൃത്തികളൊക്കെ ചെയ്യുന്നുണ്ട്, നീ പള്ളികളിൽ പോകുന്നുണ്ട്, ആരാധന കഴിക്കുന്നു എന്നെല്ലാം പറഞ്ഞതിന് ശേഷം എഫെസോസ് സഭയോട് പറയുകയാണ്. ഒരുപാട് നല്ല കാര്യങ്ങൾ എഫെസോസ് സഭയെക്കുറിച്ച് പറഞ്ഞ് പുകഴ്ത്തിയതിന് ശേഷം എഫെസോസ് സഭയോട് പറയുകയാണ്, എങ്കിലും നിന്റെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു എന്നൊരു കുറ്റം എനിക്ക് പറയുവാനുണ്ട്. അതിൻ്റെ ഇംഗ്ലീഷിൽ ഇറ്റ് ഈസ് എ ലവ്ലി ട്രാൻസ്ലേഷൻ ഇറ്റ്സ് ഗിവൻ. അത് ഇങ്ങനെ വായിക്കുന്നു. 2-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യം, Nevertheless I have somewhat against thee because thou hast left thy first love. ഒന്നിൽ ഒരു കുറ്റം പറയുവാനുണ്ട് എന്ന് മലയാളത്തിൽ എഴുതിയിരിക്കുമ്പോൾ somewhat I am against thee, നിനക്ക് ഞാൻ എതിരാകുന്നു. സ്തോത്രം. ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനിൽ അങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. ഒരു കുറ്റം പറയുന്നതെന്ന് പറഞ്ഞാൽ നിനക്കൊരു കുറ്റമുണ്ട് എന്ന് പറയുമ്പോൾ ദാറ്റ് ഇസ് എ സിംപ്ലൈസ് ട്രാൻസ്ലേഷൻ. ബട്ട് അതിൻ്റെ ഇംഗ്ലീഷിൽ വരുമ്പോൾ അതിൻ്റെ ഗൗരവത്തെ ഐ ആം എഗെയിൻസ്റ്റ്, ഞാൻ നിനക്ക് എതിരാകുന്നു. അപ്പോൾ നമ്മളെ വിളിച്ച ദിവസം ദൈവം നമുക്ക് ചില ഡ്യൂട്ടി റെസ്റ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. നമ്മുടെ കരത്തിൽ നമുക്ക് ചില ഡിസ്ചാർജ് ചെയ്തിരിക്കുന്നതായ കുറച്ച് ഡ്യൂട്ടീസ് ഉണ്ട്. നാം എങ്ങനെയായിരിക്കണം, എവിടെയായിരിക്കണം, എപ്പോഴായിരിക്കണമെന്നൊക്കെ എഴുതി വച്ചിരിക്കുകയാണ്. ദൈനംദിന ജീവിതത്തിൽ പ്രയാസങ്ങളും ഭാരങ്ങളും തോൽവികളും താഴ്ചകളും പിന്മാറ്റങ്ങളും അനേക അറിവുകേടുകളും നമ്മുടെ ജീവിതത്തിലുണ്ടാകും. പക്ഷേ നാം നമ്മുടെ നന്മ വശങ്ങളെ ഓർക്കാതെ നമ്മുടെ തിന്മയായിട്ടുള്ള ഭാഗങ്ങളെക്കുറിച്ച് ഒരു വിചിന്തനം ചെയ്ത് ആദ്യം നമ്മൾ ചെയ്ത എഗ്രിമെൻറ്റിലേക്ക് തിരികെ വരുവാൻ നമ്മെക്കൊണ്ട് സാധിക്കുന്നതായ ഒരു വ്യഗ്രതാപൂർണമായ മുന്നേറ്റമാണ് നമ്മുടെ ജീവിതത്തിൽ ഉടലെടുക്കുന്നതെങ്കിൽ അവിടെയാണ് ദൈവം നമുക്ക് അനുകൂലമാകുന്നത്. ഇല്ലായെങ്കിൽ നമ്മുടെ പോസിറ്റീവ്സിനെ എല്ലാം എടുത്ത് നന്മകളെയെല്ലാം എടുത്തുകൊണ്ട് നാം ദിനംതോറും വർണ്ണിച്ച് വായിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്ന ഐ ആം എഗെയിൻസ്റ്റ് ദീ, പ്രൈസ് ദി ലോർഡ്, ഞാൻ നിനക്ക് എതിരാകുന്നു. നിൻ്റെ ആദ്യത്തെ എഗ്രിമെൻ്റ് അങ്ങനെയല്ല നീ എന്നോട് പറഞ്ഞത്. കഷ്ടത്തിലും തുன்பങ്ങളിലും വീഴ്ചയിലും താഴ്ചയിലും പിന്മാറ്റങ്ങളിലും അനേക ബലഹീനതകളിലും നീ എൻ്റെ അടുത്ത് വരാമെന്ന് നീ എന്നോട് പറഞ്ഞു. അതാണ് ആദ്യത്തെ സ്നേഹം. ദൈവത്തിന് സ്തോത്രം. നിന്നിലുണ്ടാകുന്ന പോരായ്മകളെല്ലാം ഓരോ ദിവസവും നീ എന്നോട് ഏറ്റു പറയാമെന്ന് നീ എന്നോട് പറഞ്ഞില്ലേ? അതാണ് നീ ഇപ്പോൾ പറയുന്നില്ലല്ലോ. നിൻ്റെ ഗുണങ്ങളാണല്ലോ പറയുന്നത്, നീ ചെയ്യുന്നതായ പുകഴ്ചകളെക്കുറിച്ചാണല്ലോ പറയുന്നത്. നിനക്ക് അനേക നീതി കാര്യങ്ങളൊക്കെ ഉള്ളേ, അതെനിക്ക് കേൾക്കണ്ട. നിൻ്റെ തോൽവിയുമായി നീ എൻ്റെ ഭാഗത്ത് വരുന്നുണ്ടോ, അവിടെയാണ് ഞാൻ നിനക്ക് അനുകൂലമാകുന്നത്. ഇല്ല എങ്കിൽ ഐ ആം എഗെയിൻസ്റ്റ് ദീ, ഞാൻ നിനക്ക് എതിരാകുന്നു. ദൈവത്തിൻ്റെ ആത്മാവ് പറയുകയാണ്. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ മക്കളെ, ഇന്ന് നാം വായിച്ചതായ കുറിഭാഗത്തിലേക്ക് ഒരു പ്രാവശ്യം കൂടെ നമ്മൾ ശ്രദ്ധയൊന്ന് കൊണ്ടുവരാം. യെശയ്യാപ്രവചനം 49-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യം, ഞാൻ വെറുതെ അധ്വാനിച്ചു, എൻ്റെ ശക്തിയെ വ്യർത്ഥമായും എൻ്റെ പ്രവൃത്തികളെയൊക്കെ നിഷ്ഫലമായും ചെലവഴിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. എങ്കിലും എൻ്റെ ന്യായം യഹോവയുടെ പക്കലും എൻ്റെ പ്രതിഫലം എൻ്റെ ദൈവത്തിൻ്റെ പക്കലും ഇരിക്കുന്നു. നിന്നെ വിളിച്ചവൻ വിശ്വസ്തനാ. ദൈവത്തിന് സ്തോത്രം. വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു വാക്യത്തെ അടിസ്ഥാനമാക്കിയല്ല ദൈവം നമ്മെ വിളിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരു വേദപുസ്തകം ദൈവം കൊണ്ടുവരിക.
യെസ്, വി ക്യാൻ റിഫർ ദാറ്റ് വേഴ്സസ് എവറി ഡേ. നമുക്ക് ആ ദിവസവും നമ്മുടെ വാക്യങ്ങൾ, കുറിവാക്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വായിക്കുവാൻ കഴിയും. ഒരു വേദപുസ്തകം മാത്രമല്ല നമുക്ക് ആധാരം. ദൈവത്തിൻ്റെ വചനം അന്ത്യകാലത്ത് ഞാൻ എൻ്റെ വചനങ്ങളെ അവൻ്റെ ഹൃദയത്തിലാക്കും, എൻ്റെ ആത്മാവിനെ അവൻ്റെ ഹൃദയത്തിലാക്കും, അവൻ്റെ ഹൃദയത്തിൻ്റെ കൽപ്പനകളിൽ ഞാൻ എഴുതും. നാം എന്ത് പ്രവൃത്തികൾ ചെയ്തിരുന്നാലും നമ്മുടെ യാത്രയിലെല്ലാം നമ്മുടെ ഉള്ളിലുള്ളതായ പ്രമാണം നമുക്ക് ഉത്തേജനം തന്നുകൊണ്ടിരിക്കും. ആ തരുന്നതായ ബോധനം നമ്മെ നീതിയുടെ മാർഗത്തിലേക്ക് നടത്തുവാൻ ബലമുള്ളതാണ്. നാം അതിന് കീഴ്പ്പെടുന്നുവെങ്കിൽ. ഇല്ലെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു, ഞാൻ നിനക്ക് എതിരാകുന്നു. ദൈവത്തിന് സ്തോത്രം. ഇന്ന് ഈ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ വചനം കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ മക്കളെ, നിന്റെ പ്രവൃത്തി ദൈവത്തിൽ വ്യർത്ഥമല്ല. അപ്പോസ്തലനായ പൗലോസിനോട് കൂടെ ആ കണ്ടുപിടുത്തം നമുക്കൊന്ന് പറയാം. എൻ്റെ പ്രവൃത്തി കർത്താവിൽ വ്യർത്ഥമല്ല, അവൻ എനിക്ക് പ്രതിഫലം തരും. അവൻ പ്രതിഫലം തരുന്നിടം വരെയും ഞാൻ അവനായി കാത്തിരിക്കും. നാം ചിന്തിക്കുന്നതിലും വിചാരിക്കുന്നതിലും പ്രതീക്ഷിക്കുന്നതിലും എത്രയോ ഉന്നതമായിട്ടാണ് ദൈവം നമുക്കായി പ്രവർത്തിക്കുന്നത് അറിയാമോ? ദൈവം നമ്മുടെ സ്നേഹിതൻ, നമ്മുടെ പിതാവ്, അവൻ നമുക്ക് ആവശ്യമുള്ളത് എന്തെന്ന് അവൻ തിരിച്ചറിയുന്ന ദൈവം. ഇത്ര വലിയ ഒരു ദൈവത്തെ സ്നേഹിപ്പാൻ, അവനാൽ വിളിക്കപ്പെടുവാൻ, നടത്തപ്പെടുവാൻ, അവനാൽ സൂക്ഷിക്കപ്പെടുവാൻ, അവനാൽ സംസാരിക്കപ്പെടുവാൻ, അവനാൽ ഉപദേശിക്കപ്പെടുവാൻ ഭാഗ്യം ലഭിച്ച ദൈവമക്കളെ, നമ്മെപ്പോലെ ഭാഗ്യമുള്ളവർ ആരുണ്ട് ലോകത്തിൽ? ഇങ്ങനെ ദൈവം തിരഞ്ഞെടുത്ത ഒരു ജാതി, ദൈവത്തിൻ്റെ സ്വന്തം ജനം എന്ന് അവകാശപ്പെടുവാൻ ഈ ഭൂമിയിൽ കിട്ടുന്ന ഭാഗ്യമാണ് ലോകത്തിലുള്ള സകല സമ്പാദ്യത്തെക്കാൾ വലുത്. ദൈവം നിനക്കായി കരുതുന്നത് കൊണ്ട് നിന്റെ സകല നീതി പ്രവൃത്തികളും ദൈവത്തിൽ നിക്ഷിപ്തമായിരിക്കുന്നു. അവൻ വരുമ്പോൾ നമ്മുടെ പ്രവൃത്തിക്കനുസരിച്ചുള്ളതായ ഒരു പ്രതിഫലം നമുക്കായി കൊണ്ടുവരും. നമ്മുടെ സങ്കടങ്ങളൊക്കെ മാറും, നമ്മുടെ ദുഃഖങ്ങൾ മാറും, വേദനകൾ മാറും, പരാതികൾ മാറും, ആപരാധികൾ മാറും, നിന്ന മാറും, ദുഷ്ടി മാറും, പഴിദുഷ്ടി മാറും, എല്ലാ പരിഹാസങ്ങളും നീങ്ങിപ്പോകും. അവൻ നമ്മളിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ നാം അവനെ പോലെയാകും. ഈ പ്രത്യാശയാൽ ദൈവം നിങ്ങളെ ഈ പ്രഭാതത്തിൽ നിറയ്ക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു.